സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ഇടുക്കി പെരുവന്താനം മതമ്പയിൽ റബ്ബർ ടാപ്പിംഗിനിടെയാണ് സംഭവം. കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് കുറ്റിക്കാട്ട് പുരുഷോത്തമനാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പെരുവന്താനം പഞ്ചായത്ത് 7-ാം വാർഡിലെ മതമ്പയിലാണ് കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞത്. സ്വകാര്യ റബ്ബർ തോട്ടം പാട്ടത്തിനെടുത്ത പുരുഷോത്തമനും മകൻ രാഹുലും തോട്ടത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് ഒറ്റയാൻ പാഞ്ഞെടുത്തത്. രക്ഷപ്പെടാൻ ശ്രമിച്ച പുരുഷോത്തമനെ കാട്ടാനെ അടിച്ചു വീഴ്ത്തി ആക്രമിക്കുകയായിരുന്നു. മറ്റ് തോട്ടം തൊഴിലാളികളെത്തിയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഫോറസ്റ്റുകാരെ വിളിച്ചായിരുന്നു, അവർ എത്തിയായിരുന്നു. എന്തെങ്കിലും ഇവിടെ ആനയുടെ ശല്യം ഉണ്ടായിട്ടുണ്ടോ? സാധനം ഉള്ളതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശല്യമായിട്ടുള്ളതൊന്നും നമുക്ക് അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും പറയുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആനയുടെ ശല്യം വളരെ രൂക്ഷമായിട്ട് ഞങ്ങളുടെ നാട്ടിലുണ്ട്. എല്ലാ ദിവസവും അത് വീടുകളുടെ മുറ്റത്തൂടെ വരികയും വാട്ടർ ടാങ്കുകൾ പട്ടിക്കൂടുകളൊക്കെ തകർത്ത് കളയുകയും ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു. കാട്ടാന ആക്രമണം തടയാൻ വനംവകുപ്പ് നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് CPIM കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മതമ്പയോടിന് സമീപത്തുള്ള കൊമ്പുകുത്തിയിൽ സോഫിയ എന്ന സ്ത്രീയെ കാട്ടാന ആക്രമിച്ചു കൊന്നത്. ന്യൂസ് മലയാളം, ഇടുക്കി.